ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് ലൈക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ പോലെ. പണ്ടൊക്കെ ഞാനിങ്ങനെ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസ് അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കുറച്ചധികം നാളായിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്, എനിക്കൊരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കണോ അല്ലെങ്കിൽ എൻ്റേതായ പെർസ്പെക്റ്റീവ് എന്നുള്ള ഒപ്പീനിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് എനിക്ക് തോന്നി, ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ സംതിങ് അബൌട്ട് ദ സോ കോൾഡ് ഡിപ്രഷൻസ്. ഡിപ്രഷൻ എന്ന വാക്ക് ഇപ്പോൾ വളരെ കോമൺ ആണ്. ഞാനതെന്താണെന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് എ വെരി കോമൺ തിങ് ദറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ടുഡേയ്സ് വേൾഡ്, റൈറ്റ്? അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം ഈവൻ എനിക്ക് പോലും വന്നിട്ടുള്ള സംഭവമാണ്. ഇറ്റ് ക്യാൻ ബി പാനിക് അറ്റാക്സ്, ആങ്സൈറ്റി അറ്റാക്സ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇതൊക്കെ എന്താ പറയുക, ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മുടെ ടുഡേസ് ജനറേഷൻ, അതായത് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളിൽ കാണുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. സോ ഞാനിതൊന്നും ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഒന്നുമല്ല പറയുന്നത്, കാരണം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആരുമല്ല. ഐ എം ജസ്റ്റ് സേയിങ് മൈ ഒപ്പീനിയൻ. എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറയുന്നത്. ഈ ആങ്സൈറ്റി അറ്റാക്ക്, പാനിക് അറ്റാക്ക്, ഇതൊക്കെ ഒരു പേഴ്സൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൽ അവർ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈവൻ ഞാൻ പോലും ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഫേസ് ചെയ്യാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ എനിക്കറിയില്ല ഇപ്പം എന്തുകൊണ്ട്. എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന്. നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ജഡ്ജ് ചെയ്യാണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ ഇരുന്ന് കേട്ട് നമുക്ക് ആശ്വസിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരാൾ നമ്മുടെ ലൈഫിൽ വേണം. ദാറ്റ് ക്യാൻ ബി അവർ പേരൻസ്, പാർട്ട്ണർ, ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ്, ആരും ആവട്ടെ. അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനൊക്കെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഞാൻ അതിന് ശ്രമിച്ചിട്ടുമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് രാത്രി ആരും കാണാണ്ട് കരഞ്ഞ് തീർത്ത് അതൊരു പാനിക് അറ്റാക്കിലേക്കും ആങ്സൈറ്റി അറ്റാക്കിലേക്കും പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിനേക്കാളും നല്ലത് തുറന്ന് പുസ്തകം പോലെ അത് വേറൊരാളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരിക്കും നമുക്കത് കിട്ടാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാനിത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എ വെരി ഹെൽപ്പ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആരുമില്ല, ഒന്നും പറ്റുന്നില്ല, നമ്മൾ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആങ്സൈറ്റി അറ്റാക്സ്, പാനിക് അറ്റാക്ക് ഒക്കെ വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. മേ ബി നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആവാം, ഫാമിലി പ്രോബ്ലംസ് ആവാം, പിന്നെ ഫ്രണ്ട്ഷിപ്സിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളാവാം, അങ്ങനെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി റീസൺസ് കാരണം ഇങ്ങനെ പലവരും ഇങ്ങനെ സഫർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. യു നോ വൺ തിങ്, ഇതിനൊക്കെ ഏറ്റവും ഒരു ബെസ്റ്റ് മെഡിസിൻ എന്താണെന്നറിയോ? എൻ്റെ ഒപ്പീനിയനെ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്മൈൽ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഒരാളെ നോക്കി ചിരിക്കാമെന്ന് വിചാരിക്കാം. ചിരിക്കാതെ വെറുതെ നിൽക്കുന്ന ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എവിടെ പോയാലും എനിക്കറിയാത്ത ആൾക്കാരെയാണെങ്കിലും ഞാൻ അവരെ നോക്കിയൊന്ന് ചിരിക്കും. അപ്പോൾ അവരുടെ മുഖത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അവർ നമ്മളെ അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ നോക്കി ചിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ കാരണം ഒന്ന് ചിരിച്ചല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. കാരണം ഒരു ചിരി കൊണ്ട് മറ്റൊരാളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അല്ലാണ്ട് ഒങ്ങനെ വലിച്ചു കയറ്റി വെച്ചിരിക്കും ഒന്നും കിട്ടാനില്ല. ഒരാൾ ഒന്ന് നോക്കി ചിരിക്കുകയോ ഒരു ആശ്വാസവാക്കോ പറയുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ദിവസം നമ്മൾ വളരെയധികം ഹാപ്പി ആക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ തന്നെ
ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ദാറ്റ് യു കുഡ് ഡു ടു എ പേഴ്സൺ. പിന്നെ ഏറ്റവും തളർന്ന് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ഒരാളെ ഒരൊറ്റ ചിരി കൊണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയം. ദാറ്റ് ഈസ് എ ഒരു ഗോൾ. നമ്മൾ എവിടെ ജയിച്ചു എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത്. കാരണം മേ ബി ആ വിഷമിച്ചിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരാൾ എന്ന് പറയുന്നത് അവർക്ക് ശരിക്കും മേ ബി ആരുമില്ല, അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആവുന്നതിന് മുന്നേ നമ്മളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. സോ ഇന്നത്തെ ഈ ജനറേഷനിൽ എന്താ പറയുക, ഇല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. എവ്രിബഡി ഈസ് ബിസി ഇൻ ദർ ഫോൺസ്, ടെക്സ്റ്റിങ്, ചാറ്റിങ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതെല്ലാം ഉള്ള വ്യക്തി തന്നെയാണ് ഞാനും പല സമയത്തും ഫോണിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇരിക്കാറുള്ള പേഴ്സൺ തന്നെയാണ്. പക്ഷേ ആ ഒരൊറ്റ ഫാക്ടർ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ടും കൂടുതലായി വരുന്നത്. പഴയ ജനറേഷൻ ആൾക്കാർക്കൊന്നും ഇതില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നവരുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഇത് വളരെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയില്ല? ബിക്കോസ് അന്ന് അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, അവരെല്ലാം സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ല. ഈവൻ പേരൻസ് ആയിരുന്നാലും പേരൻസും കുട്ടികളും തമ്മിൽ തന്നെ ഇപ്പോൾ വാട്സപ്പ്, ടെക്സ്റ്റിങ്ങും ചാറ്റിങ്ങും ഒക്കെയാണ് റാദർ ദാൻ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസ്, റൈറ്റ്? അപ്പം ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മയോടാണ്. ഇനി അമ്മയോട് ഷെയർ ചെയ്യാതിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിങ്ങനെ എന്താ പറയുക, ഒരു ഭാരം പോലെ. സോ കാരണം ഞാൻ അങ്ങനെ ശീലിച്ചു പോയി, എനിക്ക് അമ്മയോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, പക്ഷേ എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ അത് ഡിഫറെൻ്റാണ്, രണ്ടും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയോട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. പക്ഷേ ചില സമയത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനും ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് വിഷം വെച്ച് ഇതുപോലെ ആങ്സൈറ്റി അറ്റാക്ക്, പാനിക് അറ്റാക്ക് എല്ലാം നമുക്ക് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്തോ ഞാൻ തന്നെ ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അതിനെ നോക്കിയപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്. നമുക്ക് നമ്മുടെ ഏറ്റവും അതും ട്രസ്റ്റ് ആയിട്ടൊരു പേഴ്സൺ ആയിരിക്കണം. കാരണം ട്രസ്റ്റ് അല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ ഈ കാര്യം ഉപയോഗിച്ച് അയാൾ നമ്മളെ തിരിച്ചും നമുക്കെതിരെ അത് യൂസ് ചെയ്യത്തേ ഉള്ളൂ. സോ ട്രസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു വ്യക്തിയും കൂടെ ആണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ആശ്വാസം അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഐ എം ഷുവർ ഞാൻ പരീക്ഷിച്ച സംഭവമാണ്. എനിക്കത് റിയലി സീരിയസ്ലി ദാറ്റ്സ് ഗോണ വർക്ക് ഫോർ എവ്രിബഡി, ഐ ഹോപ്പ്. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നൊരു സംഭവമല്ല. ECG വേരിയേഷൻ പോലെ ഇങ്ങനെ പോകുന്നൊരു സംഭവമാണ്. അപ്സും കാണും, ഡൗൺസും കാണും. ഡൗൺസ് അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് പോകുന്നത് നമ്മുടെ ലൈഫ്. എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് മാത്രമല്ല ഇരിക്കുന്നത്, സങ്കടവും കാണും. ഈ പറയുന്ന ഞാൻ ഒരു സങ്കടം വരുമ്പോൾ ഡിം എന്ന് പറഞ്ഞ് വീഴുന്നൊരു വ്യക്തിയാണ്. ടു ബി ഓണസ്റ്റ്, ഭയങ്കര വിഷമം വരും, ഭയങ്കര മൂഡ് ഓഫ് ആണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് എനിക്ക്. ഞാൻ ഒരു ഭയങ്കര അടിപൊളി ഓവർ തിങ്കറാണ്. ഓവർ തിങ്ക് ചെയ്താണ് ഞാൻ എൻ്റെ ഇഷ്യൂസൊക്കെ കൂട്ടുന്നത്. ഇതുപോലെ ഓവർ തിങ്ക് ചെയ്യുന്ന പീപ്പിൾസിന് ഞാൻ പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ കാര്യം വന്നാൽ പോലും വളരെയധികം ഞാൻ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തന്നെ അറിയാം ഓവർ തിങ്കിങ് ഇസ് നോട്ട് ഗുഡ് ഫോർ മീ. പക്ഷേ എന്തോ പറ്റുന്നില്ല. നമുക്ക് പനി, ജലദോഷം, ചുമയൊക്കെ വരുന്ന പോലെ നമ്മുടെ മനസ്സിന് അസുഖം വരാറുണ്ട്. അങ്ങനെ ഒരു അസുഖമാണ് ഈ ഓവർ തിങ്കിങ് എന്നാണ് എനിക്ക് തോന്നാറ്. കാരണം ഓവർ തിങ്കിങ് ആണ് പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കാതെ കൈവിട്ടു പോകുന്ന കാര്യം. അപ്പോൾ ഞാനും വിചാരിച്ചു ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അതൊക്കെ ഒരു ശരിയാവും പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലും അവർ നമ്മളോട് ഓപ്പണപ്പായിട്ട് സംസാരിക്കുകയല്ലേ ചെയ്യാറ്. നമുക്ക് വേണ്ടൊരു സാധനമാണ് എ പേഴ്സൺ ടു ഹിയർ, ടു ലിസൺ ടു അസ്. ഇതാണ് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതാരും ആവാം, നമ്മുടെ പേരൻസ്, നമ്മുടെ ട്രസ്റ്റ് ആയിട്ടുള്ള, ഇറ്റ് ക്യാൻ ബി എനിബഡി, നമ്മൾ ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന ആരുമാവും. അപ്പോൾ ഓവർ തിങ്കിങ് വൺ ഓഫ് ദി മെയിൻ റീസൺസ് ആണ്, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ. സോ
ലൈഫ് ഇസ് ലൈക്ക് എ കോയിൻ, ഇറ്റ് ഹാസ് 2 sides, ഹെഡ് ടെയിൽ. അതുപോലെ 2 സൈഡുണ്ട്. ഹാപ്പിനെസ് വരുമ്പം ഹാപ്പി ആയിട്ടിരിക്കാം, സങ്കടം വരുമ്പം സങ്കടപ്പെട്ടിരിക്കണമെന്നും അറിയില്ല, പക്ഷെ സങ്കടം വരുമ്പോൾ എന്തായാലും ഞാനായിരുന്നാലും സങ്കടപ്പെട്ട് തന്നെ ഇരിക്കും. പക്ഷേ ആ സങ്കടത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റണം. അവിടെയാണ് നമ്മൾ ശരിക്കും വിജയിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരാളുടെ ലൈഫ് ഹാപ്പിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് തന്നെ നമുക്ക് പറ്റും വേറൊരാളെ ഹാപ്പിയാക്കാൻ. എന്തുകൊണ്ട്? പൈസ ഒന്നുമല്ല, നമ്മുടെ ഈ ചിരി കൊണ്ട് നമുക്ക് വേറൊരാളുടെ ലൈഫ് ഹാപ്പിയാക്കാൻ അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സ് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ചിരിക്കും. അത് മതി ലൈഫിൽ. അതുപോലെ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കൂ, എന്താ നല്ലതല്ലേ? നമ്മുടെ മനസ്സിനപ്പോൾ ഒരു സന്തോഷമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് കീപ്പ് യുവർ സെൽഫ് എൻഗേജ്ഡ്. അത് വേറൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്യുക. വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഓവർ തിങ്ക് ചെയ്ത് കുക്കപ്പ് ചെയ്ത് ഓരോന്നൊക്കെ എടുത്ത് നമ്മൾ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി അതും ഇങ്ങനെ ഭയങ്കര മെസ്സപ്പാക്കുന്ന തിങ്സ്. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക, ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോവുക, എന്തും അങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്ത് വെക്കുവാണെങ്കിൽ I'm damn sure that we'll be okay. And ഈ ഒരു പ്രശ്നം നമുക്ക് എന്തായാലും ഓവർകം ചെയ്യാൻ പറ്റും. സോ പറഞ്ഞ് ഞാൻ ഒരുപാട് പറഞ്ഞു, എന്താ പറയുന്നത് എനിക്ക് പറയില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ മൈ ഒപ്പീനിയൻ ആൻഡ് മൈ തോട്ട്സ് ടു യു ഗൈസ്. വേറെ ഒന്നുമല്ല, ഇതൊന്നും ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഒന്നും കൺസിഡർ ചെയ്യരുത്, ബിക്കോസ് അതൊന്നും പറയാനായിട്ട് ഞാൻ ആരുമല്ല. ഐ എം ജസ്റ്റ് ആൻ ഓർഡിനറി പേഴ്സൺ ലൈക്ക് യു ഓൾ ഗൈസ്. പക്ഷേ എനിക്കെന്തോ പറയണമെന്ന് തോന്നി. സോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, ലൈക്ക് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ വേറൊന്നുമില്ല ഗൈസ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടവർക്ക് എനിക്കിതെല്ലാം അവരെ ഇത് ഹാപ്പിയാക്കാൻ അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ചിരിച്ച് നമുക്ക് പൈസ കൊടുക്കേണ്ട, നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. ചിരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, ചിരിച്ചു തന്നെ ഇരിക്കുക. ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ് ആൻഡ് ബൈ.